ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി നടൻ സിദ്ദിഖ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് സിദ്ദിഖിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുക? വിശദാംശങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം തേടിയതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരാവുന്നത്. ഇതിനു മുമ്പ് 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ 10 മണിയോടുകൂടി ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. കൃത്യം 10 മണിയോടുകൂടി തന്നെ സിദ്ദിഖ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പോലീസ് കൺട്രോൾ റൂമിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിലെ പ്രധാനപ്പെട്ട അതായത് സിദ്ദിഖ് ഈ ഹോട്ടലിൽ യുവതിയുമായി എത്തിയതെന്ന് അടക്കമുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ നേരത്തെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ ഈ നിമിഷവും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങളിൽ ഈ അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയ, അതായത് മസ്കറ്റ് ഹോട്ടലിൽ ഈ യുവതി എത്തിയ സമയത്ത് സിദ്ദിഖ് ഹോട്ടലിൽ എത്തിച്ചേർന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഡിജിറ്റൽ രേഖകൾ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചോ എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അങ്ങനെ ചില കാര്യങ്ങളിലെ അവ്യക്തതകൾ നീക്കാനുണ്ട്. അതുൾപ്പെടെ ചോദ്യം ചെയ്യലിൽ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം മെഡിക്കൽ എടുത്തതിനു ശേഷം സിദ്ദിഖിന്റെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അങ്ങോട്ട് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊട്ട് പിന്നാലെയായിരുന്നു ഇത് അന്വേഷണ സംഘം കൃത്യമായി ഈ കേസ് ഏറ്റെടുക്കുകയും അതിന്റെ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് ഇടക്കാല ജാമ്യം തേടി സിദ്ദിഖ് ഉൾപ്പെടെ ചെല്ലുകയായിരുന്നു. അങ്ങനെയാണ് മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയതോടെയാണ് സിദ്ദിഖ് ഒളിവിൽ ഉൾപ്പെടെ പോയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നാലെ കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവണം എന്നൊരു നിർദ്ദേശം ഈ ജാമ്യത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപാധികളോടെയുള്ള ആ ജാമ്യത്തിന് അനുസരിച്ച് ഇപ്പോൾ 3ാം തവണയാണ് സിദ്ദിഖ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത്. അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. നടൻ സിദ്ദിഖ് വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു.